ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി അച്ചാറാണ് ഇവിടെ ഇടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 8 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് പൊളന്ന് നോക്കാം. പൊളന്നിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന പരിപ്പ് എടുത്ത് മാറ്റിയിട്ട് 8 കഷ്ണങ്ങളായിട്ട്, ഒരു മാങ്ങ 8 കഷ്ണങ്ങളായിട്ട് പൊളന്നെടുക്കാം. അതുപോലെ എല്ലാം പൊളന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് കുറച്ച് ഉപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മാങ്ങയിലോട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. അത് പുരട്ടിയിട്ട് ഒരു ചട്ടിയിലോട്ട് അത് എടുത്തിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കെട്ടിവെക്കുക. കാറ്റ് കയറാത്ത രീതിയിൽ കെട്ടിവെക്കുക. അത് 3 ദിവസം ഇതുപോലെ വയ്ക്കുക. ഓരോ ദിവസവും നമ്മൾ ഒരു പ്രാവശ്യം തുറന്നിട്ട് അത് ഇതുപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി വെച്ച് കൊടുക്കണം. ഇനി 4-മത്തെ ദിവസം നമുക്ക് ഇതിന് കുറേ ചേരുവകളൊക്കെ ചേർക്കാനുണ്ട്. 4-മത്തെ ദിവസം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉലുവായും കടുവും കൂടെ, അതിൻ്റെ ഉലുവായും കടുവും കൂടെ അതിൻ്റെ പരിപ്പ്, അതിൻ്റെ പുറന്തോട് കളഞ്ഞിട്ട് അതിൻ്റെ പരിപ്പ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അത് പൊടിച്ചതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കുരുമുളക് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഇഞ്ചി, ഒരു 2 കഷ്ണം ഇഞ്ചി പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-20 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടിച്ച മുളക് ഒരു 2 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ പൊടിച്ചത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പെരട്ടി യോജിപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് കെട്ടി 10 ദിവസം വെക്കണം. നമ്മൾ 10 ദിവസം ആ ചട്ടിയിൽ വെച്ച് വെക്കണം. ഓരോ ദിവസവും നമ്മൾ എടുത്ത് ഇതുപോലെ തന്നെ ഓരോ ദിവസവും ഇളക്കി കൊടുക്കണം. അതിനുശേഷം അത് വെയിലത്ത് വെച്ച് ഉണക്കണം. 3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കണം. അതിന് ശേഷം നമ്മൾ അതെടുത്തിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് നല്ലെണ്ണ, പകുതി നല്ലെണ്ണയും പകുതി വെളിച്ചെണ്ണയുമാണ് നമ്മൾ എടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ മുളക് പൊടി, ഒരു 4 സ്പൂണ് മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് വിനാഗിരി അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അത് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. അതൊന്ന് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉണക്കി വെച്ചിരിക്കുന്ന ആ മാങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കണ്ടോ, നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 2-3 വർഷം വരെയും ഇരിക്കും ഈ മാങ്ങ അച്ചാർ കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ മാങ്ങ അച്ചാറാണ്. 1 ദിവസവും 2 ദിവസവും കൊണ്ട്